ഡന്നിൻ്റെ ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്നൊരു ഓർഡർ സ്റ്റാറ്റസ്. ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്നത് വലിയ വലിയ ബിഗ് ഓർഡേഴ്സൊക്കെ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ്ബർഗ് ഓർഡറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സോ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു മല, സമുദ്രത്തിൽ ഐസ്ബർഗ് വലിയൊരു മല താഴെ ഉണ്ടാവും, മുകളിൽ അതിൻ്റെ ഒരു ടിപ്പ് മാത്രം കാണാൻ കഴിയുന്നതിനെയാണ് ഐസ്ബർഗ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻസ് അല്ലെങ്കിൽ വലിയ ഓർഡേഴ്സൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഈക്വിറ്റി ബൈ ചെയ്യുകയാണ്, അത് MTF ആയിക്കോട്ടെ, ഇൻട്രാഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെലിവറി പൊസിഷൻസിലേക്ക് ആണെങ്കിലും ആയിക്കോട്ടെ, വലിയ ക്വാണ്ടിറ്റീസൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ, കാരണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർഡേഴ്സിന് അത്രയും തന്നെ നമ്മൾ ബൈ ഓർഡർ കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകണം നിർബന്ധമില്ല. ചിലപ്പോൾ അതിൻ്റെ പാക്കറ്റ് സൈസസ് ആയിട്ടായിരിക്കും നമുക്ക് ലഭ്യമാവുക. സോ അതിന് നമ്മൾ തന്നെ കൃത്യമായ രീതിയിൽ മാനുവലി അതിനെ ഇത്ര നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻഫോസിസിൻ്റെ ഒരു 5000 ക്വാണ്ടിറ്റി നിങ്ങൾ ബൈ ചെയ്യാൻ പോവുകയാണെന്ന് ഉദ്ദേശിക്കും. 5000 ക്വാണ്ടിറ്റീസ് നമ്മൾ ഒറ്റ ഓർഡറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നമ്പേഴ്സ് ഒരേ ലോട്ടിൽ സെല്ല് ചെയ്യുന്നവരുണ്ടാവില്ല. അപ്പോൾ കുറച്ച് അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളതിനെ ഒരു 25 ലെഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 100 ലെഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഓരോ ഓർഡറും 5 സ്റ്റോക്സ് വെച്ചിട്ട്. ഇനി അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്ന നേരത്തും നിങ്ങൾക്ക് അതേമാതിരി ബിഗ് നമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോഴും പെട്ടെന്ന് സെല്ലാകാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ വരും. സോ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഓർഡേഴ്സിന് നിങ്ങൾക്ക് ഐസ്ബർഗ് ഓർഡറായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നിങ്ങൾക്ക് പോസിബിളായിട്ട് സാധിക്കും. മോസ്റ്റ്ലി മറ്റ് നോർമൽ ഓർഡേഴ്സിനേക്കാളും നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂഷൻ സാധിക്കും. അത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ ഇനിയൊരു സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾക്ക് നമ്മുടെ ഒരു അറ്റ് എ ടൈമിൽ നമുക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 1000 ലോട്ട്സ് ഒക്കെ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ചില ലിമിറ്റ്സ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റിക്ക് ലിമിറ്റ്സ് ഉണ്ട്. സോ അത്ര ലിമിറ്റ്സിനെ ഓവർകം ചെയ്യാനും നിങ്ങൾ വലിയ ട്രേഡേഴ്സിനൊക്കെ അവർക്ക് 10,000 ലോട്ട്സ്, 20,000 ലോട്ട്സ്, 25,000 ലോട്ട്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്, മിനിമം ആയിട്ടൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. സോ അത്തരക്കാർക്കൊക്കെ ഐസ്ബർഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.